ഡെൻ ടെയിൽസ് ഭീകരതയുടെ ഭാരം ഗ്രാമം മുഴുവൻ വിഴുങ്ങുകയാണ്. ഭൂമിയുടെ അകത്തിൽ നിന്നുള്ള അതിന്റെ തകർച്ചയുടെ മുഷിഞ്ഞ ശബ്ദം കേൾക്കുമ്പോൾ ഗ്രാമത്തിലെ ജനങ്ങൾ ഭീതിയിൽ കുലുങ്ങുന്നു. ചക്രയുടെ അമിതത്വം പ്രകൃതിയുടെ നിലനിൽപ്പിനെയും പ്രതികൂലമായി ബാധിക്കുന്നു. ബൊറൂട്ടോ, സാരഥ, മിത്സുക്കി, സസുക്കെ ഈ 4 കണക്കുകൾ ഇപ്പോൾ ഒരേ മനസ്സോടെ പോരാട്ടത്തിന് മുന്നോട്ടിറങ്ങുന്നു. അവർക്ക് പിറകിൽ വിശ്വസിക്കാവുന്നവരില്ല. അവർക്ക് മുന്നിൽ കാത്തിരിക്കുന്നത് ചക്രത്തിന്റെ കുരിശാണ്. ബൊറൂട്ടോയുടെ റസംഗൻ ഉസുഹിഗോ, ഭൂമിയുടെ ഭ്രമണശക്തിയിൽ നിന്ന് രൂപം കൊണ്ട അതിപ്രബലമായ അതായുധം, ഇപ്പോൾ കൂടുതൽ പുത്തൻ രൂപത്തിലേക്ക് മാറുന്നു. അതിന്റെ ശക്തി നിയന്ത്രിക്കാൻ കഴിയാത്തതും അതിന്റെ തീവ്രത കൊണ്ട് ബൊറൂട്ടോയുടെ ശരീരവും മനസ്സും ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നതുമാണ്. പക്ഷേ അവൻ പിന്മാറുന്നില്ല. തൊട്ടടുത്ത കാഴ്ചയിൽ കാവാക്കി ഗ്രഹിക്കുന്നു, തന്റെ ഓരോ തീരുമാനത്തിന്റെയും ഫലമായി ഈ സ്ഥിതി ഉണ്ടാകുകയായിരുന്നു എന്ന്. തന്റെ ഉള്ളിലെ സംശയങ്ങളും നീതിബോധവും തമ്മിലുള്ള പോരാട്ടം അതീവ തീവ്രതയിൽ എത്തുന്നു. എന്നാൽ ഒരു ചിന്ത അവനെ ശക്തമാക്കുന്നു. ബൊറൂട്ടോ വീണ്ടും വരുമെന്ന് ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ ഇപ്പോൾ അവൻ മടങ്ങുന്നത് ലോകത്തെ മാറ്റിക്കൊണ്ട് മാത്രമായിരിക്കും. ഇതിനിടെ കോഡ് 10ന്റെ ചക്ര ഉപയോഗിച്ച് ഒരു പുതുതരത്തിലുള്ള ജീവിയെ ആഹ്വാനിക്കുന്നു. ആ ജീവി മനുഷ്യനും അതിജീവനവും തമ്മിലുള്ള അതിരുകളിൽ നിലകൊള്ളുന്നു. അതിന് ഭാവമില്ല, പക്ഷേ അതിന് നീതി എന്ന് പറയുന്ന ഒന്നുമില്ല. പകൽ ഇരുണ്ടുന്നു. ഗ്രാമം കരയുന്നു. പക്ഷേ ആ ഇരുണ്ടതിൽ ബൊറൂട്ടോയുടെ കണ്ണുകളിൽ തെളിയുന്നത് പ്രതീക്ഷയുടെ ഒരു കണികയാണ്. ഞങ്ങൾ ഇത് അവസാനിപ്പിക്കും. ഇനി ഒരൊറ്റ ബുദ്ധിമുട്ടിന് പോലും ഒരു കുഞ്ഞു പോലും പുറത്തു നിൽക്കേണ്ടി വരില്ല.